സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറില്ലേ? പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? മസല ഞാൻ പറഞ്ഞുതരാം, താത്താമാരൊക്കെ കേട്ടോ. ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, എന്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരാറില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കും നബിയെ, തെറ്റാണോ നബിയെ? നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തു കൊള്ളാം നബിയേ റസൂലുള്ളാഹി. നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. ഇത് ഏത് ഭാര്യയോടാ? ചെലവിന് കൊടുക്കാത്ത ആളോടാ. ഭർത്താവ് നിനക്ക് അർഹതപ്പെട്ടതുപോലും തരുന്നില്ല, നിനക്കൊന്നും തരുന്നില്ല, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോലും നിന്റെ ഭർത്താവ് വാങ്ങിത്തരുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ എടുക്കാൻ പറഞ്ഞ്, അപ്പോഴും ആവശ്യമുള്ളതേ എടുക്കാവൂ, എത്തിങ്ങാനയിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടങ്കലോട് അടിച്ചുകൊണ്ട് പോയേക്കരുത്. അങ്ങനെ കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട, ആവശ്യത്തിന് വല്ലപ്പോഴൊക്കെ പോക്കറ്റിൽ പൈസ വെക്കുക, പേടിക്കൊന്നും വേണ്ട. എടാ, നമുക്ക് ബാധ്യതയുണ്ടോ ഭാര്യയോട്? നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞ ആരാ? ഓൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നമ്മൾ കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും, അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു മന്ദിരമാറാകട്ടെ. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. ഓൾക്ക് നിനക്ക് ചോറ് വെച്ച് തരണം, നിന്റെ വീട് നോക്കണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ തുണി കഴുകണം, നിന്റെ മാതാപിതാക്കളെ നോക്കണം. നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ഉള്ളത് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലടോ. എടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വസ്ത്രം കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? എൻ്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? എൻ്റെ മാതാപിതാക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? അതിന് വേണമെങ്കിൽ സിറാജ നീ വേറെ ആളെ നിർത്തിക്കൊള്ളണം. അല്ലാഹു മന്ദിരമാറാകട്ടെ. അതിന് വേണമെങ്കിൽ നീ ആളെ നിർത്തി. ഇതാണ് നിയമം. പിന്നെ ഓളിത് ചെയ്തു തരുന്നേന് അങ്ങോട്ട് എൻ്റെ വഴുത് കേൾക്കാൻ നായും വരുന്ന അവിടെ ഓർഡർ. എങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് ആളെ നിർത്തണോടോ? ഓള് പിന്നെ വല്ലതും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് വലിയ സഹായം, ഓളുടെ ഔദാര്യം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടില്ല, ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കെട്ടിയോള് പറയണം. നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അവിടെയാ നമ്മൾ രാജാവ്. നാട്ടുകാർ മുഴുവനും മഹാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ കിടക്കുന്നവട് പറയണം നീ നല്ലവനാണെന്ന്. അവനാണ് ഏറ്റവും നല്ലവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെയൊക്കെ തല ഇപ്പൊ സ്റ്റേജിന്റെ മുകളിൽ തട്ടുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ തല പൊങ്ങി ഇപ്പൊ മോളിൽ സീറ്റിൽ ഇടിക്കാറായി. ഇത്രയും. ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോണെങ്കിലോ? അടുത്തത് ഇപ്പൊ നമ്മുടെ കാര്യമല്ലേ പറഞ്ഞേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? സുഖമാണോ? ആന്ന്. വായ തുറന്ന് കാണിക്കുക. ആന്ന്. പല്ലുവേനയാന്ന്. ഇവിടെ സുഖമാണോ എന്ന് വെച്ചാൽ എന്താ ചങ്ങാതി മറുപടി പറയണ്ടേ? ഒരിക്കൽ നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ആ സഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒറ്റ ദുആ. നോക്കുമ്പോ രണ്ടാമതൊരെണ്ണം പുറകെ വരുന്നുണ്ട്. ആ ചങ്ങാതിയോട് നബിതങ്ങൾ ചോദിച്ചു, അബീബേ സുഖമാണോ? സുഖമാണോ? സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, ഓന് ദുആ ഉണ്ട്, എനിക്കെന്താ ഇല്ലാത്തത്? അയാളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയല്ലേ എന്നോട് ചോദിച്ചേ? ഓന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്കില്ലേ നബിയെ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എനിക്ക് തോന്നിയതല്ലല്ലോ. സുഖല്ലേ? ഉറക്കെ പറ, സുഖല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ പറയുക. സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ പറയുക. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
ഒരാൾ ചോദിക്കുന്നു, കടയിൽ കച്ചവടം ഉണ്ടോ? നീ എന്തു പറയും? പിന്നെ എന്തിനാളിയ ഗൾഫിലൊക്കെ പോണേ, അറബിയുടെ അടിമയെ പോലെ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? ഇവിടെ ദിവസവും 2000-3000 3000 മാസം നല്ല നല്ല വരുമാനമുണ്ട്, എന്തിനാ ഞാൻ പോണത്? പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, നീ നിന്റെ നാവ് സൂക്ഷിക്കണം. നിന്റെ അടുത്ത് നാട്ടുകാർ ചോദിച്ചത് നിനക്ക് ലാഭമുണ്ടോന്ന്, നീ ഇങ്ങനെ പത്രത്തിൽ കൊടുത്ത പോലെ പറഞ്ഞുകൊണ്ട് കിടക്കണം. പിന്നെ മുട്ട കുഴിച്ചിട്ടു തകട് കുഴിച്ചിട്ടു എന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷായ ആമിനായും കുറെ കാലത്തിന് ശേഷമായി ഇന്ന് കണ്ടുമുട്ടിയേ. ആമിന വഴുത് കഴിഞ്ഞു പോകുമ്പോൾ ആയിഷാനോട് ചോദിക്കുക, ആയിഷ എങ്ങനെ ഉണ്ടടി? ഓ, ഒന്നുമില്ലടി, ആകെ കൊത്തുവാള എടുത്തിരിക്കുക, പടച്ചവനെ ബുദ്ധിമുട്ടും പ്രയാസവും തട്ടി മുട്ടി ഇങ്ങനെ പോകുന്നടി. അപ്പൊ ആമിന മനസ്സിൽ വിചാരിക്കും, ഇവൾ എത്തിങ്ങാനയിലായല്ലോ, അല്ലാ ഒരു സന്തോഷം. എന്തിനാ ഈ പണിക്ക് നിൽക്കണേ? നീ സുഖമാണെന്നും പറയണ്ട, അല്ലാന്നും പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സുഖമല്ലേ? റാഹത്തല്ലേ? ആരോഗ്യമൊക്കെ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? മക്കളൊക്കെ എങ്ങനെ പോണ്? എല്ലാത്തിൻ്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? എല്ലാത്തിൻ്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? എന്താ, ഇനി ഇല്ലാന്ന് പറയാതിരുന്നാൽ മതി ചോദിക്കുമ്പോ കേട്ടാ. എല്ലാവരും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഇനി ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത്, കള്ളം പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണ്. ഇനി പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? ഇനി പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞപ്പോൾ സ്വർണ്ണമൊക്കെ തരാമെന്ന് നിയത്ത് ചെയ്തതാ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളത് തരാതിരിക്കുക കേട്ടാ. ഇനി ദാതാമാര് വിചാരിക്കണം, 2 മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, നബി തങ്ങളുടെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ട്. ആ യുദ്ധത്തിൽ ആയിഷ ബീബി നബി തങ്ങളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പടച്ചവനെ, ദീർഘമായ യാത്രയാണ്, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒരു സ്ഥലത്തങ്ങ് നിൽക്കുകയാണ്. ആയിഷ, നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി പോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ്. ആയിഷ മടങ്ങി വരികയാണ്. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് നബി തങ്ങൾ കണ്ടു, സ്വഹാബത്ത് കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോകാൻ. അങ്ങനെ ആണുങ്ങളൊക്കെ പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ഉമ്മാ, ആയിഷ ബീബിയുടെ മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ഉടനെ തല പുറത്തേക്കിട്ട് നോക്കുന്നു, ആരെങ്കിലും ഉണ്ടോ? നിബിതങ്ങളുണ്ടോ? സഹാബത്തുണ്ടോ? ഒരാളെയും കാണുന്നില്ലടോ. ആയിഷ ബീബി ചിന്തിച്ചു, അല്ലാ, ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാൻ പടച്ചവന്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാൻ പടച്ചവന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയും തെരഞ്ഞു ഓടുകയാണ്. ആയിഷ പോകുന്നതാരും കണ്ടില്ലടോ. ഒരാളും അറിഞ്ഞില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാല തെരഞ്ഞു പോയി. സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. ആയിഷ കേറുന്നത് കണ്ടതുമാണ്, അതുകൊണ്ട് ഉണ്ടോ എന്നാരും നോക്കിയില്ല. യാത്ര തുടരുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായി മടങ്ങി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയുകയില്ല. വഴിയോരത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, അന്നത്തെ കാലമാണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് വരികയാണ്. എന്തേ ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്നറിയുമോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാറ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ അത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സഫ്വാൻ തങ്ങൾ. നോക്കുമ്പോ ഒരു പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുകയാ.
സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? അവിടെന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മഹദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാ. സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്. ആയിഷയുടെ ശബ്ദം സഫ്വാൻ അറിയാം, അത് ആയിഷയാണെന്ന് മനസ്സിലായി. സഫ്വാൻ തങ്ങൾ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി, ഉമ്മാ കേറുമ്മ, ഈ കുതിരയുടെ മുകളിൽ കേറുമ്മ, ഈ സഫ്വാൻ നടക്കാമുമ്മ, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറി സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും അറിഞ്ഞില്ലടോ, വെളുപ്പാങ്കാരമാകുമ്പോ ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത് വലിയ വിഷയമായടോ. നബി തങ്ങളുടെ ഭാര്യയെ കാണുന്നില്ലടോ. എല്ലാവരും പരിഭ്രാന്തരായി. നബി തങ്ങളും സ്വഹാബത്തും ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും സഞ്ചരിച്ച് വരികയാണ്. ആയിഷ ബീവി അതാ വാഹനത്തിന്റെ മുകളിലാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നടക്കുകയാണ്. നബി തങ്ങളെ കണ്ടടോ, സമാധാനമായിടോ. ആയിഷ ബീവി നബി തങ്ങളോട് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് സഫ്വാൻ പോലും അറിയുന്നത്, ഇത്രയും ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വന്നപ്പോ എന്തു പറ്റി ഉമ്മാ എന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ലടോ. സഫ്വാൻ തങ്ങളുടെ വിഷയം അറിയുന്നത് നബി തങ്ങൾ പറയുമ്പോഴാണ്. റബ്ബേ സമാധാനമായി. യാത്ര തുടങ്ങാൻ പോകുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനാ കൂട്ടത്തിലുണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവൻ പറഞ്ഞു, രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, ഒരു രാത്രി ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീവിയെ കുറിച്ച് ആരോപണം നടത്തുകയാണ്, വ്യഭിചാര ആരോപണം നടത്തുകയാണ്. പടച്ചവനെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. പടച്ചവനെ കേട്ടവർ വിശ്വസിക്കുകയാ. വിശ്വസിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, നബി തങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചടോ. ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനെ സഹികെട്ടടോ. തന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ജനങ്ങൾ അപവാദം പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ കയറി, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബാ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബാ. നിങ്ങളൊക്കെ എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. എനിക്കറിയാം എൻ്റെ ആയിഷയെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഏത് കഥ വേണമെങ്കിലും നിങ്ങൾ ഇറക്കിക്കോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്ക് എൻ്റെ ആയിഷയെ നല്ലതുപോലെ അറിയാം. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ, അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഖൈറല്ലാത്ത ഒരു കാര്യം കണ്ടിട്ടില്ല. ഒരു വൃത്തികെട്ട പ്രവർത്തനം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞാൻ
ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു നാട് മുഴുവനും ആയിഷ ബീവിയെ കുറിച്ചിട്ട് അപവാദം പറയും. കാരണം തെളിവുകൾ മുഴുവൻ ആയിഷയ്ക്കെതിരായിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എന്റെ ആയിഷ നല്ലവളാ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കെന്റെ ഭാര്യ വിശ്വാസമാണെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി. എന്റെ വയത് കേൾക്കണ താത്താമാരെ, നിന്റെ ഇക്ക ഇങ്ങനെ പറയോ? നീ ചിന്തിക്കേണ്ടത്, നിന്റെ ഭർത്താവ് പറയുവോ നീ നല്ലവളാണെന്ന്? എന്റെ ഭാര്യ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറയുമോ ഇല്ലയോ എന്ന് നീ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ടോ. നമ്മുടെ ഭാര്യമാരെ കുറിച്ച് പലരും കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. ഒരുത്തം പറയും, അങ്ങോട്ട് പോയി ചാറ്റി മൊബൈൽ എടുത്തു മെസ്സേജ് എഴുതി അത് ഇത് പലതും പറയും. നിന്റെ ഭാര്യ അവിടെ വെച്ച് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ വിളിച്ചിട്ട് പറയും, ഞാൻ വരുന്നതിന് മുമ്പ് നീ വെക്കോളാം മാരി കിട്ടി. എടാ, 20 കൊല്ലം 25 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയും വിശ്വാസമില്ല. ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ഭർത്താവ് അപ്പോഴേ തീരുമാനമെടുത്തു. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട ഭാര്യയും തീരുമാനമെടുത്തു. ആലോചിക്കേ. ഞാൻ ചോദിക്കട്ടെ ചങ്ങാതിമാരെ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ.